ഹോട്ടലിൽ പൂരീൻ്റെ കൂടെ കിട്ടുന്ന ബാജീൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക്, കറിവേപ്പില, കായ്മുളക്, അതുപോലെ കുറച്ച് ഉഴുന്നുപരിപ്പ് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ 2 ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയിട്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു സവാള നീളത്തിലരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഒരുപാട് വഴന്ന് അങ്ങ് അടിഞ്ഞു പോകണ്ട, നമുക്കിത് കടിക്കാൻ കിട്ടണം, എന്നാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും ഒരു ഇത്തിരി ഗരം മസാലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പൊടിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നേരത്തെ നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് തിളച്ച വെള്ളമാണ്. അപ്പോൾ ഒരു ഗ്ലാസ് നമുക്കത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി പൂരി ബജി റെഡിയായി.